ബാപ്പച്ചി, നിങ്ങൾ എവിടെ പോയതാ? വന്നപ്പോ തന്നെ നിങ്ങൾ നാട് ചുറ്റാൻ പോയില്ലേ? സ്വന്തം ദേശനെ കാണാൻ തോന്നിയോ? ഇല്ലല്ലോ. അതൊക്കെ ഞാന്. അതിന് രണ്ടും നമ്മളെ തുറച്ചു നോക്കി. എന്തിനാണാവോ? നിനക്ക് ഇനിയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുത്തുവിടാ. തന്നോളം പോകുന്നൊരു മകനില്ലേ? ഞമ്മക്ക് പിന്നെ അതില്ലാത്തതുകൊണ്ട് റെസ്റ്റ് എടുക്കാനും പറ്റൂല. നമ്മളെ ബാപ്പച്ചി മൂത്താപ്പാന്റെ അടുത്ത് വന്ന് സഹോദര സ്നേഹം കാണിച്ചു. 24 മണിക്കൂർ റെസ്റ്റ് എടുക്കുന്ന ആളാ. നമുക്ക് പിന്നെ ഈ 2 മാസമെങ്കിലും റെസ്റ്റ് ഉണ്ട്. പണിയില്ലാത്തോണ്ടല്ലേ ബാപ്പച്ചി ഇപ്പൊ നന്നായി റെസ്റ്റ് എടുക്കുന്നത്. ഉണ്ടായതെങ്കിൽ ഈ പാവന്റെ മൂത്താപ്പാന്റെ ഗതി വന്നെ ബാപ്പച്ചിക്ക്. അല്ലെങ്കിൽ ഈ ആൺകുട്ടികളില്ലാത്ത നല്ലത്. വലിയ ജാടയാ അവർക്ക്. എല്ലാ കാര്യം ഞാനാ നടത്തുന്നത് ഭാവം. എന്നാലോ ഫോണിൽ റീചാർജ് ചെയ്യുന്ന പോലും ബാപ്പച്ചിയുടെ കാശാ. പെണ്ണാണെങ്കിൽ കെട്ടിച്ച് കഴിഞ്ഞാൽ ശല്യം പോകും. ഇതങ്ങനെയാണോ? കൂടെ തന്നെ കാണും. മാറണം. ഞാൻ ഇത്രയും വായിട്ട് ഇറക്കിയത് ആമിക്കയെ മാത്രം ലക്ഷ്യം വെച്ച. അതാണെങ്കിൽ ആരേക്കാളും മൂപ്പർക്ക് മനസ്സിലായിട്ടുമുണ്ട്. ഡീ, ഏതായാലും നിന്നെ പോലൊന്നും ഉണ്ടാതിനേക്കാൾ ഭേദം മക്കളില്ലാതിരിക്കുന്നതാ. പാവന്റെ കുഞ്ഞിപ്പ് എങ്ങനെ സഹിക്കുന്നു ഇതിനെ? അങ്ങനെ ചോദിക്കുമോനെ നീ? ഒരു ചേക്കനെ കിട്ടുന്നവരെ ഇതിനെ സഹിക്കേണ്ടി വരും. അതാ പിന്നെ ഏക ആശ്വാസം. അതിന് ഇവിടെയൊക്കെ കിട്ടാൻ എവിടുന്ന് ചെക്കനെ കിട്ടാൻ? നിങ്ങൾ മിക്കവാറും ജീവിതകാലം മുഴുവൻ ഇതിനെ സഹിക്കേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത്. രണ്ടും എനിക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി കൊടുത്ത് കത്തി കയറുന്നത് കണ്ട് എനിക്കങ്ങ് എരിഞ്ഞു കയറി. കണ്ടോ മൂത്താപ്പ, തറവാടിലെ ചെറിയ കുട്ടിയല്ലേ ഞാൻ. ബാപ്പച്ചിക്ക് പിന്നെ വിവരമില്ലെന്ന് കരുതാം. നീ കാകെ കൂടെ ഉള്ളൊരു കാക്കുമല്ലേ ഇത്? സ്വന്തം പെങ്ങളായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പറയോ? അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. ഞാൻ പോവാം, എനിക്ക് വയ്യ ഇവിടെ നിൽക്കാൻ. ആർക്കും ഇഷ്ടമല്ല. ഞാനില്ലാത്ത കണ്ണീരുണ്ടാക്കി അകത്തേക്ക് പോയി. എന്റെ മോളെ എങ്ങോട്ടും പോണ്ട. നിന്നെ ഇഷ്ടമല്ലെങ്കിൽ അവൻ പോട്ടെ. നീ പറഞ്ഞതുപോലെ ഇവനെ കൊണ്ട് എനിക്കോ ഈ വീടിന് വലിയ ഉപകാരമൊന്നുമില്ല. ഗൾഫിൽ നല്ലൊരു വീസ കിട്ടിയിട്ടും ഇവൻ പോയില്ല. ഇവിടെ വല്ല കൃഷിയും ചെയ്തോളാന്നും പറഞ്ഞ് നിന്നു. കൃഷി എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. പാടത്ത് ചെന്ന് ക്രിക്കറ്റ് കളിയാണ് മോളെ ഇവന്റെ കൃഷി. ആണോ? ജാടൊക്കെ കണ്ടപ്പോ ഞാൻ കരുതി ഈ കുടുംബം മൊത്തം ഇങ്ങനെ തലയിലാണെന്ന്. ഇതിപ്പോ എന്നൊക്കെ കഷ്ടാണല്ലോ. ഡേ, കണ്ടോ മൂത്തപ്പ എന്നെ വിളിച്ചത്? ഇളയ പെങ്ങളല്ലേ ഞാൻ. മോളെന്ന് വിളിച്ചാൽ എന്താ? ഡാ, മോളടുത്ത് വെച്ച് ഒച്ച വെച്ച് സംസാരിക്കരുത്. കൊച്ചു കുട്ടിയാവള്. മോളെ എന്ന് വിളിക്കാൻ പാടുള്ളൂ. മൂത്താപ്പ വാണിയും കൊടുത്തു പോയി. ആളാ അജുവിന്റെ കൂടെയല്ലേ നടപ്പ്. പല്ലും കടിച്ച് എൻ്റെ ഒരു നോട്ടം. വിളിക്കാട്ടോ മോളേന്ന്. അതിനു മുന്നേ ഞാൻ ചിലത് ചേർക്കുമെന്ന് മാത്രം. മിക്കവാറും എൻ്റെ അന്തി ഇവന്റെ കൈ കൊണ്ട് തന്നെയാവും. ഇതേ സമയം അജുവിന്റെ അടുത്ത് എനിക്കുള്ളത് തരാൻ വേണ്ടി മാത്രമാണോ ആ കുരിപ്പും കൊണ്ട് കെട്ടിയെടുത്തത്? വീണ്ടും അജു ഈ കോലത്തിൽ അവള് കാരണം വീട്ടിൽ പോകേണ്ടി വരുന്നു കരുതിയില്ല. അജു കയറി ചെല്ലുമ്പോ തന്നെ ഉമ്മച്ചിയും ഇത്തയും അനുമോളും വായും വിളിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. അജു, ഇന്ന് ആരാണ് നിനക്ക് പണി തന്നത്? ഇന്ന് ആ പെണ്ണ് തരാൻ ചാൻസ് ഇല്ല. ഇന്ന് നീ ബസ്സിൽ പോയില്ലല്ലോ. ബസ്സില്ലെന്താ, കൂരിപ്പ് പ്ലെയിൻ പിടിച്ച് വന്നിട്ടായാലും എനിക്ക് തരാനുള്ളത് തരും. അജു, അഞ്ഞാരാ ചാലീറ്റേ? അനുമോള് വന്ന് ഷർട്ട് മാറ്റി നോക്കി ചോദിച്ചു. ആ വിവരമില്ലാത്ത ജന്തി ഇവിടെ ലാൻഡ് ആയിട്ടുണ്ട്. മിക്കവാറും ആളുടെ അന്തി എന്റെ കൈ കൊണ്ടാവും. അനുവിനെ നോക്കി പറഞ്ഞ് ബാത്റൂമിൽ കയറുമ്പോഴാണ് ഉമ്മച്ചി മുറിയിൽ വന്നത്. ഡാ, നാടല്ലേ നിനക്ക് ഈ കോലത്തിൽ വന്ന് കയറാൻ? ഇനി ഈ വയറും വെച്ച് ഇവിളി ഈ ഷർട്ട് എങ്ങനെ വെളുപ്പിക്കും? അതിനിപ്പൊ തന്നെ തീരെ വയ്യ. അത് ഞാൻ ഇളക്കിക്കൊള്ളാം. ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇങ്ങ് തന്നേക്ക്. ആ പിന്നെ ഇനി ഈ കോലത്തിൽ വരുമ്പോ ആളെ കൈയോടെ കൊണ്ടുവന്നോ ഷർട്ട് തേച്ച് വെളുപ്പിച്ച് തരാൻ. ഇത്ത പറഞ്ഞതും ഞാൻ അവളെ കൊണ്ടുവരേണ്ട അവസ്ഥ ഭാവനയിലൊന്നും നോക്കി. പടച്ചോനെ, ഷർട്ട് നന്നായില്ലെങ്കിൽ കുഴപ്പമില്ല, ജീവൻ കിട്ടിയാ മതിയനെ. അജു, എന്നിട്ട് ആ പെണ്ണിന് 2 കോരിക്കാതെ അജു വെറുതെ വന്നോ? അനു വീണ്ടും അജുവിനോട് ഓളെ ഡൗട്ട് ചോദിക്കാൻ തുടങ്ങി. ഞാനാണ് ആദ്യം അവൾക്ക് കൊടുത്തത്. അവള് പിന്നെ നമ്മൾ ഈ കോലത്തിലാക്കി. ഇപ്പൊ തൃപ്തിയായല്ലോ. ആ പെണ്ണെങ്ങനെയാ? കാണാൻ കൊള്ളാവോ? ഇനി കാണുമ്പോ നോക്കിയിട്ട് പറയാം. അല്ലെങ്കിൽ സൗന്ദര്യം എന്തിനാ മോളെ? സ്വഭാവമല്ല വേണ്ടത്. ആ വിവരമില്ലാത്ത ജന്തുവിന് എന്തായാലും അതില്ല. അജു, ഇനി കാണുമ്പോ അവളെ ചെളിവെള്ളത്തിൽ മൂക്കി കൊല്ലണം കേട്ടല്ലോ. എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ പിന്നെ ജയിലിൽ കഴിയേണ്ടി വിടുന്ന ഓർത്ത് വെറുതെ വിട്ടതാ. ഡീ, നീ ആള് കൊള്ളാലോ. നിന്റെ അനിയനാണ് അവന്. അവൻ ഉപദേശിച്ച് നീ അവനെ ചീത്തയാക്ക്. നിനക്ക് ആകെയുള്ളൊരു കുഞ്ഞുപ്പിയാണ്. അവനെ നീ വഴി തെറ്റിക്കല്ലേ. ഇവനിനി എന്ത് വഴി തെറ്റാനാ? ഒന്നും വേണ്ട. നിനക്ക് എന്റെ കൂടെ കടയിൽ വന്ന് എന്നെ ഒന്ന് സഹായിച്ചാൽ എന്താ? എന്റെ ഉപ്പച്ചി, നിങ്ങൾ പറയുന്നത് കേട്ടാ തോന്നും ഞാൻ തേരാപാരം നടപ്പാണെന്ന്. ഇന്ന് ഫ്രണ്ട്സിന്റെ കൂടെ എൻജോയ് ചെയ്യാന്ന് കരുതി ലീവ് എടുത്തതേ ഉള്ളൂ. ഇന്നത്തോടെ നിർത്തി. ആജു അതും പറഞ്ഞ് എസ്കേപ്പായി. ആ കോപ്പ് നാട് വിട്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ അടുത്ത ലീവുള്ളൂ. ആജു മനസ്സിൽ പറഞ്ഞു. ഉപ്പ പറഞ്ഞോ അജുന് ഇന്നോ പെണ്ണ് ചെളിയിലിട്ടു. ഫുഡ് കഴിക്കുമ്പോൾ അവള് വീണ്ടും തുടങ്ങി. എന്റെ സൈഡിൽ നിൽക്കുന്ന കക്ഷിയാണ്. എന്നാലും ആള് കാല് മാറിയോ?
ആ പെണ്ണിനെ കണ്ടിട്ട് വേണമെന്ന് തൊഴുത് നിൽക്കാൻ. ഇവനെ തോൽപ്പിക്കാൻ അവൾക്കെങ്കിലും ആവുന്നുണ്ടല്ലോ. ബാപ്പച്ചി അതും പറഞ്ഞ് എളിച്ചുകൊണ്ട് കഴിച്ചു. എല്ലാം കൂടി കേട്ടിട്ട് എനിക്ക് പിന്നെ കഴിക്കാനായില്ല. ആമി എന്നെ നോക്കി വിളിച്ച് ഷീറ്റ് വിരിച്ച് റെഡിയാക്കുമ്പോഴാണ് എൻ്റെ മൂക്കിലേക്ക് നല്ലൊരു സ്മെല്ല് വന്നത്. ഞാൻ നല്ലോണം അത് വലിച്ചു കയറ്റി. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ആ സ്മെല്ല്. എന്താണെന്നല്ലേ, സിഗരറ്റ് തന്നെ. ഞാൻ ആ സ്മെല്ല് ആസ്വദിച്ച് വലിച്ചു കയറ്റുമ്പോഴാണ് ഈ സ്മെല്ല് എവിടുന്നാന്ന് ചിന്ത എനിക്ക് വന്നത്. ബാപ്പച്ചി ഗൾഫിലായിരുന്നപ്പോൾ നാട്ടിൽ വന്നാൽ വലിച്ചു കയറ്റുന്നത് കാണാം. ബാക്കി എവിടെ ഇടുന്നോ അവിടെ നമ്മൾ പോകും. അത് വായിൽ വെച്ച് ഒറ്റ വലിയ. അതൊന്ന് ശീലമായി വരുമ്പോഴേക്കും അങ്ങേരെ അത് നിർത്തി. കൊടുംചതിയായി പോയത്. വലിക്കാൻ ഉപദേശിച്ച് ഞാൻ നിർത്തി. വല്ലപ്പോഴും ഒന്ന് വലിച്ചൂടെ? ഞാനെങ്ങനെ ആണെങ്കിൽ വലിച്ച് ചത്തേനെ. ഞാനേ ഫോൺ എടുത്തിട്ട് വരാം. മുങ്ങാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഫോണല്ലേ ഇത്? ഇനിയിപ്പോൾ എന്ത് പറയും? ഞാൻ ചെന്ന് വെള്ളം കുടിച്ചിട്ട് വരാം. വെള്ളമല്ലേ ഇത്? ഇവിടെ എന്നെയും കൊണ്ടേ പോവും. ഞാൻ ഇന്ന് നിന്റെ കൂടെയല്ല, എനിക്കുണ്ട് എൻ്റെ ഉപ്പച്ചിയുടെയും കൂടെ കേൾക്കാൻ ആഗ്രഹം. ഞാൻ ഫോണെടുത്ത് പുറത്തേക്ക് വന്നു. സ്മെല്ല് പിടിച്ച് ഞാൻ മുറ്റത്തെത്തി. ഒരു മൂലയിൽ നിന്ന് പുക വരുന്നത് കാണാം. പടത്തോനെ, ഇനി വല്ല കള്ളനോ ആവോ? അല്ല, കള്ളം മോഷ്ടിക്കാനല്ലേ വരുന്നത്? പുക വരുന്ന കള്ളനോ? ഞാൻ നീണ്ട ആലോചന നിലയ്ക്ക് കക്ഷി പെട്ടെന്ന് പുറത്തേക്ക് വന്നു. ആമിക്കയെ കണ്ടതും നമ്മൾ ഇളിച്ചുകൊണ്ട് നിന്നു. നീ എന്താടി ഇവിടെ? അത് എനിക്കൊരു സിഗരറ്റ് തരുമോ അമിക്ക? എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായോണ്ടാ. ദേ, ഓരോറ്റന്നങ്ങ് തന്നാലുണ്ടല്ലോ, കയറി കൂടി അകത്ത്. ഇല്ലെങ്കിൽ വലിച്ച് ഞാൻ മൂത്താപ്പയോട് പറയും. നോക്കിക്കോ, നിന്നെ കൊണ്ട് വലിയ ശല്യമായല്ലോ. നിനക്ക് അവധിക്ക് പോകാൻ വേറൊരു സ്ഥലവും കിട്ടിയില്ലേ? നാളെ തന്നെ എന്തെങ്കിലും പറഞ്ഞ് പൊക്കണോ, അല്ലെങ്കിൽ മിക്കവാറും നിന്നെ കൊല്ലുന്നത് ഞാനാവും. എന്നാ കേട്ടോ, ഞാൻ ഇനിയുള്ള 2 മാസം ഇവിടെ തന്നെ താമസിക്കും. അങ്ങനെ ഇപ്പം മോ സുഖിക്കണ്ട. ഉറപ്പാണോ? സിഗരറ്റ് തന്നില്ലെങ്കിൽ വേണ്ട, എനിക്കൊരു വിസ ശരിയായിട്ടുണ്ട്. 2 മാസം ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. എന്നെ കൂടെ കൊണ്ടുപോവോ? എൻ്റെ ഒരു ആഗ്രഹം ഗൾഫൊക്കെ കാണണമെന്ന്. അവിടെ കൂടി പറയിപ്പിക്കാനാണോ? ഇതിനൊക്കെ ഉണ്ടാക്കിയ നേരത്ത് ആ കുഞ്ഞുപ്പാക്ക് വല്ല വാഴയും വെച്ചുകൂടായിരുന്നു. മൂത്താപ്പ കാലത്ത് അത് തന്നെയാണ് പറഞ്ഞത്. എടി പിശാചെ, ഒന്ന് പോയി തരൂ. അല്ലേ വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. നിന്നെയൊക്കെ കെട്ടാൻ പോകുന്ന ആ ഹതഭാഗൻ ആരാണോ പടച്ചോനെ, അവൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് വിഷമം തോന്നും. ഞാൻ ചോദിക്കണം എന്നിരിക്കായിരുന്നു, ആമിക്കെൻ്റെ ഫ്രണ്ട്സിൽ കാണാൻ മൊഞ്ച ആരെയാ? അയ്യടാ, മൊഞ്ചന് കെട്ടാൻ പറ്റിയൊരു ചേരക്ക്. എന്നെ പുച്ഛിച്ച ആളകത്തേക്ക് പോയതും ഞാൻ അവനെയും പ്രാഗി അകത്തേക്ക് നടന്നു. ഏതായാലും വന്നില്ലേ, ഉമ്മച്ചിയുടെ ഉപ്പച്ചിയുടെ ഇടയിൽ ഒരു കട്ടറുമ്പാവാം. അവരെ മുറിയിൽ കയറിയത് ബാപ്പച്ചി വിഷമിച്ചിരിക്കുന്നതാണ് കണ്ടത്. എന്ത് പറ്റി ബാപ്പച്ചി? മൂത്താപ്പ വഴക്ക് പറഞ്ഞോ? സ്വന്തം കാക്കുമല്ലേ, സാരല്ല പോട്ടെ. ഇതൊന്നും അല്ലടി, നിന്നെ കെട്ടിക്കാനേ ബാപ്പ ഏതൊരു കോടീശ്വരന്റെ മോനെ നോട്ടം വെച്ചിരുന്നു. ആളെ കല്യാണം കണ്ടിട്ടുള്ള ഇരിപ്പാണ്. ആണോ ബാപ്പച്ചി? എന്നെ വേണ്ടാതെ ചെക്കനോ? ആരാവൻ? നോക്കട്ടെ, അവൻ കെട്ടിയ പെണ്ണ് എന്നേക്കാൾ ചന്തണ്ടോന്ന്. ഞാൻ ഫോൺ വാങ്ങി അതിലേക്ക് നോക്കിയത് പകച്ചു പോയി. എൻ്റെ കിളികൾ നാട് വിട്ടു. ചെക്കനാള് കൊള്ളാം, എങ്കിലും യൂട്യൂബിൽ കാണിക്കുന്ന വലിയാണ് വീഡിയോ ആണ്. ആ കല്യാണം കണ്ടതിനെ കൊതിയാവുന്നു. മിസ്സായി പോയില്ലേ? എനിക്കതിനുള്ള യോഗമൊന്നുമില്ലെന്നേ. അല്ല ബാബച്ചി, നിങ്ങളയാളെ അറിയോ? റിസപ്ഷൻ കഴിഞ്ഞോ ആവോ? നാളെ എങ്ങാനാണെങ്കിൽ നമുക്ക് പോകാം. ആ ഫുഡ് എങ്ങാനും കഴിക്കാനുള്ള യോഗം എനിക്ക് ഉണ്ടാവും എന്തോ. പിന്നെ ഒരു മാസത്തേക്കൊന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോഴും അവൾക്ക് തീറ്റക്കാര്യം മാത്രം. കല്യാണം കഴിച്ചില്ലെങ്കിലും ജീവിക്കാം, പക്ഷെ ഫുഡ് അതുപോലെയാണ് ബാബച്ചിയെ. കഴിച്ചില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരിക്കുവോ? ഡേയ്, പോയി കിടന്ന് ഉറങ്ങി. ഒരാൾക്ക് തീറ്റയും മറ്റവൾക്ക് പണവും. ഇവിടെയെങ്കിലും സ്വസ്ഥത ഉണ്ടെന്ന് കരുതി എൻ്റെ തലയിലേക്ക്. ഉമ്മച്ചയ്ക്ക് രണ്ടിലും വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് സഭ പിരിച്ചുവിട്ടു. എന്നെയും പിടിച്ച് പുറത്താക്കി. അല്ല പിന്നെ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. ആമിൻ്റെ മുറിയിൽ പോയി ഓളെയും കെട്ടിപ്പിടിച്ച് കിടന്നു. എന്തെങ്ങ് പോന്നേ? എന്നെ പിടിച്ച് വെളിയിലിട്ടു. അതിനവൾ നന്നായി അടിച്ചിട്ട് എന്നെയും കെട്ടിപ്പിടിച്ച് അങ്ങ് കിടന്നു. ഡീ, എണീറ്റ് പാടി, നമുക്ക് ബാപ്പച്ചിയുടെ കൂടെ പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോകാം. നീ പോയിക്കോ, എനിക്ക് ഉറക്കം കഴിഞ്ഞ മറ്റും എന്തുള്ളൂ. അതിനാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോഴാണ് ഞാനും അത് ഓർത്ത് തന്നെ. എണീറ്റ് പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബുള്ളറ്റ് വരുന്ന സൗണ്ട് കേട്ടത്. അത് ഈ മുറ്റത്തെ. വിൻഡോ വഴി തലയിട്ട് നോക്കിയതും അടാറും മൊഞ്ചനെ കണ്ട് എൻ്റെ വായിലുള്ള ബ്രഷ് വരെ താഴെ വീണു. വായൊക്കെ ഷാളെടുത്ത് തുടച്ച് നമ്മൾ കണ്ണാടി ഒന്ന് നോക്കി പൗഡറൊക്കെ എടുത്ത് തേച്ചു. സ്പ്രേ എടുത്ത് വായിൽ വരെ അടിച്ചു. പല്ല് മുഴുവൻ തേച്ചില്ല. ഇനി സ്മെല്ല് വന്നിട്ട് ചെക്കന് ബോധം കേട്ടാലോ. ഞാൻ താഴേക്ക് വന്നൊന്ന് സോഫയിലിരിക്കുന്ന ആളെന്ന് നോക്കിയെങ്കിലും വലിയ മൈൻഡൊന്നുമില്ലെന്നേ. ഇത്തിരി ഗ്ലാമർ കൂടിപ്പോയി, അതിൻ്റെ അഹങ്കാരം. അല്ലാണ്ട് എന്താ, നമ്മൾ പിന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. പുല്ല്, ഞാൻ പോണു. അല്ലെങ്കിൽ ആമിക്കേടല്ലേ ഫ്രണ്ട്, ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി. ഡീ, ആരടി ആ മൊഞ്ചൻ? ഞാൻ ആമിയെ തോണ്ടിക്കൊണ്ട് ചോദിച്ചു.
അതെന്റെ മാമന്റെ മോന നൗഫല്. ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നതാ. എല്ലാരെയും കാണാൻ വന്നതാ കക്ഷി. പെണ്ണിന്റെ നാടൊക്കെ കണ്ടാൽ തോന്നും ഓളെ പെണ്ണ് കാണാൻ വന്നതാണെന്ന്. ഡേ, അങ്ങനെ ചോക്ലേറ്റ് ഒന്നും കൊണ്ടുവന്നില്ലേ? ഒന്നിലേയും ഗൾഫിൽ നിന്ന് വന്നതല്ലേ? അങ്ങേർക്ക് അവിടെ ചോക്ലേറ്റ് കമ്പനിയിലല്ല പണി, അത്ര കടയിലാ. വാവ്, ഇത് സ്മെല്ലെങ്കിലും കിട്ടുമല്ലേ?